Meet the editors. വെല്ലുവിളികൾ വോട്ടാകുമോ എന്നാണ് ചോദ്യം. പലതരം വെല്ലുവിളികളാണ് പല ഭാഗത്തുള്ളത്. അതിൽ പ്രചരണ വിഷയം പെൻഷനിലേക്കും മലപ്പുറത്തേക്കുമൊക്കെ മാറുന്നുണ്ട്. പക്ഷെ അതേസമയത്തും വെല്ലുവിളികൾ തുടരുന്നു. ഒന്ന്, സർക്കാരിൻ്റെ വികസനത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചരണമാണ് ഒരു ഭാഗത്ത് നടത്തുന്നതെങ്കിലും പെൻഷൻ ആണ് പ്രധാനമായിട്ടും അവിടെ ചർച്ച ചെയ്യാൻ LDF ഉദ്ദേശിക്കുന്നത്. നാളെ പെൻഷൻകാരുടെ കൂട്ടായ്മയൊക്കെ അവിടെ വരികയും ചെയ്യുന്നുണ്ട്. മറുഭാഗത്ത് PV അൻവറും വെല്ലുവിളികൾ ഉയർത്തുകയാണ്. വെല്ലുവിളികൾ വോട്ടാകുമോ? ഏതെങ്കിലുമൊക്കെ വെല്ലുവിളികൾ വോട്ടാകും. പക്ഷേ ഏത് വെല്ലുവിളി വോട്ടാകുമെന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാവരും വെല്ലുവിളിക്കുകയാണ്. നിരവധി വിഷയങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഏറ്റവും രസകരമായ വാർത്താ സമ്മേളനം PV അൻവറാണല്ലോ നടത്തിയത്. PV അൻവർ പറയുകയാണ് താൻ ഭരിച്ച് കാണിക്കാമെന്നുള്ളത്, നന്നായി ഭരിച്ച് കാണിക്കാം. അദ്ദേഹം ആദ്യം തന്നെ ഉന്നയിച്ച വിഷയം എന്നുള്ളത് ഈ MLA സ്ഥാനം രാജിവെക്കുന്നതിന് മുമ്പ് നടത്തിയ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് പോലീസുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നല്ലോ. അതുകൊണ്ട് ആഭ്യന്തരം നന്നായി ഭരിച്ച് കാണിക്കാമെന്ന് പറയുന്നു. അതല്ല, ഇനി വനംവകുപ്പ് തന്നാലും അവിടുത്തെ മലയോര കർഷകരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താനൊരു തീരുമാനമുണ്ടാക്കുമെന്നുള്ള രൂപത്തിലാണത് പറയുന്നത്. അത് പിന്നീട് വൈകിട്ടായപ്പോഴേക്കും ആ പ്രതികരണം എന്നുള്ളത് താൻ ആ രൂപത്തിലല്ല പറഞ്ഞത് എന്ന രൂപത്തിൽ ഇപ്പോൾ അദ്ദേഹമല്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ അംഗങ്ങൾ പറയുന്നു. അത് ആ വിഷയം ഉന്നയിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതാണ്. രണ്ട് വകുപ്പുകളും എങ്ങനെ മോശമായി ഭരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് താൻ അത് പറഞ്ഞതാണ്, അദ്ദേഹം അത് പറഞ്ഞതാണ് എന്ന രൂപത്തിലാണ് തൃണമൂൽ കോൺഗ്രസിലെ മറ്റു നേതാക്കൾ പറയുന്നത്. ഏതായാലും ആ വെല്ലുവിളിക്ക് ശേഷം പിന്നീട് അദ്ദേഹം പറയുന്നത് VD സതീശനെ ഒന്ന് മാറ്റി തന്നാലും മതി എന്നുള്ളതാണ്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഒരു എന്താ പറയുക, ഒരു തീപ്പൊരി ഇട്ട് കൊടുക്കുകയാണ്. ആ തീപ്പൊരി ഇട്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചേ തീരൂ UDF എന്നുള്ളതാണ്. ജയിച്ചില്ല എങ്കിൽ 2026 സാധ്യമാകില്ല എന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര ഐക്യത്തോടുകൂടിയാണ് കോൺഗ്രസിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഭിന്നത, രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, രണ്ട് ഗ്രൂപ്പുകൾ തമ്മിൽ ഉണ്ടായിരുന്ന ഭിന്നതയൊക്കെ മാറി നേതാക്കൾ ഐക്യത്തോടു കൂടി നിൽക്കുന്നു. ലീഗിനെ സംബന്ധിച്ചും ഇതൊരു പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്, ഈ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുക എന്നുള്ളത്. കാരണം ഈ പാണക്കാട് തങ്ങൾ കുടുംബവും ആര്യാടൻ മുഹമ്മദിൻ്റെ കുടുംബവും തമ്മിൽ പ്രശ്നമാണല്ലോ, അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന പഴയ കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല, ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കൂടി ചേർന്ന് വിജയിപ്പിക്കുമെന്ന് കാണിക്കേണ്ട ബാധ്യത കൂടി ലീഗിനുണ്ട്. അപ്പോൾ ആ തരത്തിൽ അവരതിനെ ശക്തമായി ഐക്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ VD സതീശനെ മാറ്റിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിക്കുകയാണെങ്കിൽ തനിക്ക് അവിടെയുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ടാണ്. അപ്പോൾ VD സതീശൻ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ അൻവറിനെ വേണ്ട എന്നുള്ളത് UDF ചെയർമാൻ എന്നുള്ളതൊക്കെ തൻ്റെ തീരുമാനം, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് ഇന്നലെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ ആത്മവിശ്വാസമാണ് ആ വാക്കിൽ പ്രകടമാകുന്നത്. മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ VD സതീശൻ്റെ രാഷ്ട്രീയ, നമ്മൾ ഇന്നലെ ഞാൻ ഇന്നലെയും പറഞ്ഞിരുന്നു, VD സതീശൻ്റെയും ഒപ്പം തന്നെ PV അൻവറിൻ്റെയും രാഷ്ട്രീയ സാഹചര്യം നിശ്ചയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. PV അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവി തന്നെയാണ്, VD സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ നിർണ്ണയിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് പരാജയപ്പെട്ടാൽ തനിക്ക് അവിടെ ഒരു സാധ്യത ഉണ്ടെന്ന് അദ്ദേഹം കാണുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ആരെ പരാജയപ്പെടുത്താനാണ് PV അൻവർ ശ്രമിക്കുക എന്നതിൻ്റെ സൂചന കൂടിയായിട്ടാണ് ആ പ്രതികരണത്തെ ഞാൻ കാണുന്നത്. അതാണ് അവിടുത്തെ വെല്ലുവിളി ഒന്നായി നിൽക്കുന്നത്. അപ്പുറത്ത് മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട് UDF ആവർത്തിച്ച് അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം മലപ്പുറവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയായാലും വാർത്താ സമ്മേളനത്തിൽ അതിൽ ഊന്നുന്നുണ്ട്. ഒരു PR ഏജൻസി എന്ന് പറയുന്ന ആ PR ഏജൻസി എവിടെയാ, PR ഏജൻസിയുമായി ബന്ധപ്പെട്ട് എന്ത് നിലപാട് സർക്കാർ എടുത്തു എന്നുള്ള ചോദ്യം, ഹിന്ദു ദിനപത്രം മാപ്പ് പറഞ്ഞല്ലോ എന്നതിൽ മറുപടി ഒതുക്കുകയാണെന്നുള്ള ചോദ്യം അവിടെ ഉന്നയിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ, നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി സ്വയം അവതരിപ്പിക്കുന്ന ഒരു രീതി CPM-നുണ്ടായിരുന്നു. അത് മുസ്ലിം ലീഗിന് പോലും വെല്ലുവിളി ഉണ്ടാക്കുന്ന രീതിയിൽ സമസ്തയിൽ രണ്ട് വിഭാഗമാക്കി ഒരു വിഭാഗത്തെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമം ഒരു ഘട്ടം വരെ വിജയിച്ചു എന്ന് തോന്നുന്ന രീതിയും ഉണ്ടായിരുന്നു. കാരണം പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട് നേരത്തെ എടുത്ത CPM-ൻ്റെ നിലപാടുകൾ, അതുമായി ബന്ധപ്പെട്ട് സമസ്തയിലെ തന്നെ ചില നേതാക്കൾ നടത്തിയ പരസ്യ പ്രതികരണം, CPM-ന് അനുകൂലമായി നടത്തിയ പ്രതികരണം, CPM വിളിച്ച പരിപാടിക്ക് സമസ്തയിൽ ഒരു വിഭാഗം പോയത്, ഇതൊക്കെ തന്നെയും ഒരു നേട്ടമായി തെരഞ്ഞെടുപ്പിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അത് സംഭവിച്ചില്ല, നേരെ തിരിഞ്ഞു. അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പായപ്പോഴേക്കും നേരെ തിരിഞ്ഞു. കാരണം CPM തന്നെ നടത്തിയ പരിശോധനയിൽ ഈ ഭൂരിപക്ഷ വോട്ട് തങ്ങൾക്ക്, അതായത് കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ട് തങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന വിലയിരുത്തലേക്ക് പോകുമ്പോൾ മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ നടത്തിയ ശ്രമമാണ് അതിന് കാരണം എന്നുള്ള വിലയിരുത്തലിലേക്ക് അവർ തന്നെ പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് എല്ലാ കാലത്തും കിട്ടിക്കൊണ്ടിരുന്ന ഭൂരിപക്ഷ വോട്ട് അത് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി അവിടെ നടത്തിയ വർഗീയ പ്രസംഗത്തിനോട് പോലും ഒരു മൃദു സമീപനം എടുക്കാനുള്ള കാരണം. അതിനുശേഷം വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി
പോവേണ്ടതുണ്ട് എന്ന തീരുമാനമെടുക്കാനുള്ള കാരണം. എന്നിട്ട് ഒന്ന് മൃദുവായി വെള്ളാപ്പള്ളി എങ്ങനെയൊന്നും പറയരുതട്ടോ എന്ന രീതിയിലൊന്നും ഒരു പ്രതികരണം നടത്തുന്നു എന്നതിലപ്പുറം മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ആ വിഷയത്തിൽ ഒരു ശക്തമായ പ്രതികരണം ഇവിടെ ഇപ്പോൾ, കാരണം അവിടെ BJP അതേ വിഷയമാണ് എടുക്കുന്നത്, അത് വോട്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ CPM-ലെ നേതാക്കൾ എത്രത്തോളം നിലമ്പൂരിൽ തയ്യാറാകുന്നു എന്നൊരു ചോദ്യമുണ്ട്. മാത്രമല്ല മലപ്പുറവുമായി ബന്ധപ്പെട്ട പല CPM നേതാക്കളും നടത്തിയിട്ടുള്ള പ്രതികരണം, അവിടുത്തെ ചുമതലയുള്ള വിജയരാഘവൻ നടത്തിയിട്ടുള്ള പ്രതികരണം, അതൊക്കെ തന്നെയും ഒരു പ്രധാന വിഷയമായി അപ്പുറത്ത് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുമ്പോൾ CPM-നെ സംബന്ധിച്ച് പറയുന്നത് പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. UDF-ന്റെ കാലത്ത് പെൻഷൻ കുടിശ്ശിക എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അന്ന് പെൻഷൻ പല രൂപത്തിലായിരുന്നു, പല തരത്തിലുള്ള പെൻഷനുകൾ ഉണ്ടായിരുന്നു. പെൻഷൻ ഏകീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെ CPM ഒന്നാം പിണറായി സർക്കാർ പോയത്. അതുമായി ബന്ധപ്പെട്ട് ചിലരെങ്കിലും പെൻഷൻ ആ തരത്തിൽ എന്താ പറയുക അർഹതയില്ലാതെ നേടിയെടുക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തലിനെ തുടർന്നാണ്. അത് പരിശോധിച്ച ശേഷമാണ് അങ്ങനെ തീരുമാനത്തിൽ വന്നത്. പക്ഷേ അത് ഏകീകരിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഈ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട്. കുടിശ്ശിക വരുമ്പോൾ ഒരു പെൻഷനും ഇല്ലാത്തൊരവസ്ഥ കുറേ പേർക്കെങ്കിലും നേരിടേണ്ട സാഹചര്യം വരുന്നു. അത് ഏറ്റവും അടിസ്ഥാന വർഗമാണ്, ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവർക്ക് ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് അതിൽ ഇത്രത്തോളം കുടിശ്ശിക 20 മാസത്തെ കുടിശ്ശികയുണ്ട്. ഇപ്പോൾ ഈ സാമൂഹ്യക്ഷേമ പെൻഷനാകട്ടെ 2 മാസത്തെ കുടിശ്ശികയേ ഉള്ളൂ. അവിടെ ആ കുടിശ്ശിക നൽകുമ്പോൾ പോലും ഞങ്ങളിതാ നിങ്ങൾക്ക് കുടിശ്ശിക നൽകുന്നു എന്നുള്ളത് വലിയ ഒരു വീരവാദമായി ഉന്നയിക്കേണ്ട കാര്യമില്ല, അത് കുടിശ്ശിക കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് ഓണസമ്മാനം, ക്രിസ്മസ് സമ്മാനം എന്ന രൂപത്തിലൊക്കെ പലപ്പോഴും ഈ കുടിശ്ശിക നൽകുന്നതിനെ വലിയ വാർത്തയാക്കി അവതരിപ്പിക്കാറുണ്ട്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഘട്ടങ്ങളിലാണ് അത് ചെയ്യുന്നതെന്നും ഇനിയും 2 മാസത്തെ കുടിശ്ശിക എന്നുള്ളത് ഈ സമയങ്ങളിൽ നൽകുമല്ലോ എന്നുള്ളതാണ് KC വേണുഗോപാൽ എന്ന പ്രസംഗത്തിൽ പറഞ്ഞത്. അതൊരു വലിയ വിഷയമാക്കി ഉയർത്തുകയും അപ്പുറത്തെ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതിരിക്കും ചെയ്യുന്നൊരു വിഷയമുണ്ട്. ഇനിയിപ്പോൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കണ്ടല്ലോ, ഇന്നലെ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. ഗഡ്കരിക്ക് ഒരു സമ്മാനമൊക്കെ കൊടുത്തു. ഇവിടെ അങ്ങോട്ട് പോയി കണ്ടത് എന്തിനാണ്? ഈ വലിയ ദുരന്തമുണ്ടായി, അതായത് പല സ്ഥലങ്ങളിലായി ദേശീയപാതയിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതിനെക്കുറിച്ച്, നിർമ്മാണത്തിലെ പാകപ്പിഴയെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കാനാണ്. അതിൽ ഗഡ്കരി ശരിയാണ്, വളരെ അനുകൂലമായ സമീപനം നേരത്തെ ET ചെന്നപ്പോഴായാലും ഇപ്പോൾ മുഖ്യമന്ത്രി പോയപ്പോഴായാലും നമുക്ക് അനുകൂലമായ സമീപനം ഗഡ്കരിക്ക് എടുക്കുന്നുണ്ട്. അതിൽ NHAI പ്രതിക്കൂട്ടിലാണ്. NHAI തന്നെ പറയുന്നു, NHAI പറയുന്നത് അത് കരാറുകാരുടെ പിഴവാണ്, പൂർണ്ണമായും കരാറുകാരിലേക്കാണ് ചെലുത്തുന്നത്. പക്ഷേ കരാറുകാരുമായി ബന്ധപ്പെട്ടും ചില അഴിമതികൾ നടക്കുന്നുണ്ട്. ആ ചോദ്യം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് കേസ് ചോദിക്കുമ്പോൾ KCയെ കാലൻ എന്നാണ് ഇന്ന് മുഹമ്മദ് റിയാസ് വിശേഷിപ്പിച്ചത്. അങ്ങനെ ഒരു പ്രയോഗത്തിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ട ചുമതലയുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ റോഡുകൾ സന്ദർശിക്കുകയും അതിൻ്റെ പരിശോധിക്കുകയും ഇതിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി പരിശോധിക്കണം, അതുകൂടി അന്വേഷണത്തിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത്. അങ്ങനെ ആവശ്യപ്പെടുന്ന ഒരാൾ എങ്ങനെയാണ് ദേശീയപാതയുടെ കാലനായി അവതരിപ്പിക്കപ്പെടുന്നത്? ഈ ദേശീയപാതയിൽ അഭിമാനം പൂണ്ടിരുന്ന മുഹമ്മദ് റിയാസ് എന്തുകൊണ്ട് ദേശീയപാതയിലെ ഈ ദുരന്തങ്ങൾക്ക് ശേഷം അവിടെ പോയി കണ്ട് അതിലെന്താണ് സംഭവിച്ചത് നേരിട്ട് കണ്ട് പരിശോധിക്കാതിരുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ന്യൂനപക്ഷ വേട്ടയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ പറയുമ്പോൾ ഇപ്പുറത്ത് RSS പ്രീണനം എന്നുള്ള നേരത്തെ അൻവർ ആദ്യം ഉന്നയിച്ച ആരോപണം, പിന്നീട് ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം, അതിന്മേലും കൃത്യമായൊരു സമീപനം കേരളത്തിലുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ കാര്യം, രാജ്ഭവനുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ ഭാരതാംബയെ, അതായത് കാവിക്കൊടി പിടിച്ചിരിക്കുന്ന ഭാരതാംബയെ നമിക്കാൻ ഇവിടെ നിന്ന് കൃഷിമന്ത്രി പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അത് നിരാകരിച്ചുകൊണ്ട് ശക്തമായ തീരുമാനം CPI എടുത്തത്. ക്ഷമിക്കണം, CPI സംസ്ഥാന സെക്രട്ടറി അതിൽ കൃത്യമായ പ്രതികരണം നടത്തുകയും ചെയ്തു. മന്ത്രിയും പ്രതികരിച്ചു. CPM-ൽ നിന്നും വൈകിട്ടായപ്പോഴേക്കും സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതികരണമായിട്ട് അതിലൊരു സർക്കാരിൻ്റെ തീരുമാനമുണ്ട്, അതിൽ ഉറപ്പാണ് സർക്കാരിൻ്റെ പൊതുവായ തീരുമാനമായിരിക്കാം ഗവർണറുടെ ആ തീരുമാനത്തിനൊപ്പം നിൽക്കണ്ട എന്നുള്ളത്. പക്ഷേ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു, അത് ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രീണനം എന്നുള്ള ഒരു ആരോപണം അവിടെ നിൽക്കുക. പ്രീണനം എന്നതിനപ്പുറം കേന്ദ്രത്തെ പിണക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ എന്നൊരു സമീപനം സംസ്ഥാന സർക്കാരിനുണ്ടോ എന്ന സംശയം ബലപ്പെടുത്തുന്നതാണിത്. നേരത്തെ RSSന്റെ നേതാവ് ഗുരുമൂർത്തി വന്ന് രാജ്ഭവനിൽ പ്രസംഗിച്ചപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും ഇവിടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. ആന്റോ, വെല്ലുവിളികൾ പലതരത്തിലാണ്. ആ വെല്ലുവിളികൾ ഇന്നിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ പെൻഷൻ വിഷയം, മലപ്പുറം വിഷയം, ഇപ്പോൾ ഇന്ന് വീണ് കിട്ടിയ അവധി വിഷയം, ഭാരതാംബയുടെ വിഷയം അടക്കമെല്ലാം നിലമ്പൂരിൽ ചർച്ചയാവും. വെല്ലുവിളികൾ വോട്ടാവുമോ? ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കർഷകരുടെ പ്രശ്നവും മലയോര പ്രശ്നങ്ങളും മാത്രമായിരിക്കും വലിയ രീതിയിൽ ജനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വാർത്തയെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാം ഇപ്രാവശ്യം അവിടെ ഇലക്ഷനിൽ പ്രചരണം നടത്തുന്നവർക്കും എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 19-ാം തീയതി വരെ എങ്ങനെയും തള്ളി നീക്കി കൊണ്ടുപോകണമെങ്കിൽ പല ആംഗിളിലുള്ള ചർച്ചകൾ മുന്നോട്ട് പോകും. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തന്നെ ആലോചിച്ചാൽ പോരെ, നമുക്കൊരു
നമ്മുടെ പേഴ്സണലായിട്ടൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആ കാര്യമായിരിക്കും അവരെ സംബന്ധിച്ചും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ വികസനത്തിൻ്റെ പ്രശ്നം, അവിടുത്തെ വന്യമൃഗശല്യം, അവിടുത്തെ ബൈപ്പാസിൻ്റെ പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അവിടെ വലിയ രീതിയിൽ വെല്ലുവിളി ഉയർത്തുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുതന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും. അവിടുത്തെ സ്ഥാനാർത്ഥികൾ എത്ര ശതമാനം അതിനോട് നീതി പുലർത്തും എന്ന് അവർക്ക് തോന്നുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യും. അതാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിനപ്പുറം വേറെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മളെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ജാതി പറഞ്ഞും മതം പറഞ്ഞിട്ടൊന്നും വോട്ട് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ. അങ്ങനെ നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു ജില്ലയോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പോലും ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ വിചാരിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എങ്ങനെ നേതാക്കന്മാർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്. പിന്നെ ആൻറ്റി ഇൻകംബൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എത്ര ലെവലിൽ വരെ കോൺഗ്രസിനും അതുപോലെ ഇടതുപക്ഷത്തിനും BV അൻവറിനും ഉയർത്താൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ഇതുവരെ ഇപ്പോൾ 10 ദിവസമായി ഇപ്പം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ട് 10 ദിവസമായിട്ട് എത്ര വലിയ രീതിയിൽ ഈ പറയുന്ന ആൻറ്റി ഇൻകംബൻസി ഉയർത്താൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. വളരെ കുറച്ചുള്ള കാര്യങ്ങൾ മാത്രമേ, കാരണം പല വിഷയങ്ങളായി തിരിഞ്ഞ് പറഞ്ഞു പോകുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയ വാഗ്വാദങ്ങളെല്ലാം നടക്കുമെങ്കിലും ഏറ്റവും ഉള്ളറയിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഇപ്പം ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് വലിയ രീതിയിലുള്ള വർത്തമാനങ്ങളും പ്രസ് മീറ്റുകളും ബഹളങ്ങളൊന്നും അവിടെ കാണുന്നില്ല. അവിടെ ജനങ്ങൾ സ്ഥാനാർത്ഥികളെല്ലാം പര്യടനം തുടങ്ങി, വീടുകൾ കയറി ഇറങ്ങാൻ തുടങ്ങി, വോട്ടർമാരെ കാണാൻ തുടങ്ങി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. PV അൻവർ ആയിരുന്നു ആ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹം UDFൻ്റെ ഭാഗമാകില്ലയോ, അതുപോലെ തന്നെ ഏതായിരിക്കും ചിഹ്നം, TMC ആകുമോ, അത് അപ്പോൾ PV അൻവറിനെ കേന്ദ്രീകരിച്ചായിരുന്നു വാർത്തകൾ മുഴുവൻ വന്നുകൊണ്ടിരുന്നത്. മനസ്സിലായി. ഇടതുപക്ഷത്തു നിന്ന് വലിയ രീതിയിൽ വാർത്തകൾ വന്നിട്ടില്ല, കോൺഗ്രസിൽ നിന്ന് വലിയ രീതിയിൽ വാർത്ത വന്നിട്ടില്ല. PV അൻവർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. അത് അത്ര ചെറുതായിട്ട് ഞാൻ കാണുന്നില്ല. ഞാൻ കോൺഗ്രസ്സുകാരോടാണെങ്കിലും UDFിനോടാണെങ്കിലും LDFിനോടാണെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണോ റിയാലിറ്റി അത് വിളിച്ചു പറയുകയാണ് നമ്മളെ സംബന്ധിച്ചോളം. ചെയ്യേണ്ട പണിയും ചെയ്യുന്നതും അത് തന്നെയാണ്. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട് LDF അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് LDFിൻ്റെ MLA ആരായിരുന്നു? PV അൻവറാണ്. CPM നിന്നോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നോ അദ്ദേഹം രാജിവെച്ച് ആ സീറ്റ് ഒഴിവാക്കി അദ്ദേഹം പ്രതിപക്ഷത്തേക്ക് വരികയാണ്. പ്രതിപക്ഷത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത്, കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട UDF നേതാക്കന്മാരും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും PV അൻവറെ സ്വീകരിച്ചതാണ്. PV അൻവറെ സ്വീകരിക്കുകയും അദ്ദേഹം UDFിൻ്റെ ഭാഗമാണെന്ന് ജനങ്ങൾ മുഴുവൻ വിശ്വസിക്കുകയും ചെയ്തു. ആ സ്ഥലത്തു നിന്നാണ് PV അൻവർ എന്ത് ചെയ്യുന്നത്, തെറ്റിപ്പോകുന്നത്. അവിടെയാണ് പിന്നെ വാർത്തയിരിക്കുന്നത്. അവിടെ എന്തില്ല, അവിടെ UDFിൻ്റെ അടുത്ത് LDFിൻ്റെ അടുത്ത് വാർത്തയില്ല. LDFിൻ്റെ അടുത്ത് എന്ത് വാർത്തയുള്ളത്? LDFിൻ്റെ അടുത്ത് ഏക വാർത്ത എന്ന് പറയുന്നത് ആരാണ് സ്ഥാനാർത്ഥി, സ്വതന്ത്രനെ നിർത്തുമോ, അതുപോലെ സ്വരാജ് വരുമോ, ഇതാണ് LDFിൻ്റെ സൈഡിലുള്ള വാർത്ത. ആ വാർത്ത കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? അവിടെ അത്രയേ വാർത്തയുള്ളൂ. ഇപ്പുറത്ത് എന്താണ് UDFിൻ്റെ ഭാഗത്ത് എങ്ങനെയാണ് അവസ്ഥ എന്ന് പറയുന്നത്? PV അൻവർ വരുമോ ഇല്ലയോ, PV അൻവർ ഈ പറയുന്ന വോട്ട് സ്പ്ലിറ്റ് ചെയ്യുമോ, മുസ്ലിം വോട്ട് പോകുമോ, ക്രിസ്ത്യൻ വോട്ട് പോകുമോ, അങ്ങനെ ഉണ്ടാകുന്ന വാർത്തകളാണ്. അപ്പോൾ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ UDFിൻ്റെ ഭാഗത്ത് വലിയ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു, PV അൻവറിനെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ വാർത്ത കൊടുക്കുന്നു എന്ന് തോന്നും. റിപ്പോർട്ടർ TVയെ സംബന്ധിച്ചിടത്തോളം എന്താ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വാർത്ത നൽകുക എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അറിയേണ്ടത് അതാണ്. അപ്പോൾ ആ രീതിയിലാണ് വാർത്തകൾ വരിക എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് അവിടുത്തെ റിയാലിറ്റി എന്ന് പറയുന്നത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വന്യമൃഗ ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും വലിയ രീതിയിൽ അത് ഉയർത്തിക്കാട്ടുന്നില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയ രീതിയിൽ അങ്ങനെ ഉയർത്തിക്കാട്ടാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. ഒരു പത്രസമ്മേളനം PV അൻവർ ഒഴിച്ച് കേട്ടോ, PV അൻവറാണ് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. PV അൻവറെ ഒഴിച്ചിട്ട് വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനു വേണ്ടി മാത്രം ഒരു പത്രസമ്മേളനം വിളിച്ചാൽ ഞാൻ കണ്ടിട്ടില്ല. എത്രയോ നേതാക്കന്മാർ എത്രയോ സ്ഥലത്ത് വലിയ രീതിയിൽ പത്രസമ്മേളനം വിളിക്കുന്നു, ചർച്ച ചെയ്യുന്നു. പക്ഷേ നിലമ്പൂരിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച ആയിരിക്കുന്നുണ്ടല്ലോ. അത് നടക്കാത്തതിനൊരു കാരണം ഞാൻ പറയാം. അതിന് കാരണം എന്ന് പറയുന്നത് പിണറായിസത്തിനെതിരെയും പിണറായി വിജയനെതിരെയും സർക്കാരിനെതിരെയും 2026 പിണറായി വിജയൻ്റെ ഒരു ഗ്രാഫ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ ഒരു ഇലക്ഷനായിട്ട് പ്രതിപക്ഷം ഇതിനെടുത്തിട്ടുണ്ട്. ആ പ്രതിപക്ഷം എടുക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തു, നിലമ്പൂരിലെ വിഷയങ്ങളല്ല അവർ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അവരെന്താ ചെയ്യുന്നത്, അവർ പിണറായി വിജയനെതിരെ. അതുകൊണ്ടാണ് ഈ ഹൈവേ ചർച്ചയായിട്ട് വരുന്നത്. ഇന്ന് ചോദിക്കുന്നുണ്ടല്ലോ, നിതിൻ ഗഡ്കരിനെ രാജി ആവശ്യപ്പെടുന്നില്ലല്ലോ എന്നുള്ളത്. ഞാൻ ഒരു കാര്യം സിമ്പിളായിട്ട് ചോദിക്കട്ടെ. ഒരു നിതിൻ ഗഡ്കരി, ഒരു കേന്ദ്രമന്ത്രി, റോഡ് ഹൈവേ ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മന്ത്രി, അദ്ദേഹം 1 ലക്ഷം കോടി രൂപയാണ് കേരളത്തിന് വേണ്ടി തന്നത്.
1,00,000 കോടി. ഞാൻ ചോദിക്കട്ടെ, അതൊരു BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്, BJPൻ്റെ മന്ത്രിയാണല്ലോ, RSSുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ 1,00,000 കോടി രൂപ ഒരു സ്റ്റേറ്റിന് തന്നിട്ട് ഒരു ഹൈവേയുടെ ഒരു ഭാഗം ഇടിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ രാജ്യം ആവശ്യപ്പെടാൻ പറ്റുമോ? അദ്ദേഹം അവർ ചെയ്തു തന്നൊരു വലിയ കാര്യമുണ്ടല്ലോ. കേരളത്തിലെ നാഷണൽ ഹൈവേക്ക് വേണ്ടി 1,00,000 കോടി തന്നു. 5,500 കോടി 6,000 കോടിയാണ് സ്റ്റേറ്റും കൊടുത്തു. ഇതൊരു വലിയൊരു സെൻട്രലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയോ അല്ല കേന്ദ്രവും കേരളവും കൂടി ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റാണ്. അല്ലാതെ ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് നേരത്തെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. കേന്ദ്രം കൂടെ വിചാരിച്ചാലേ നടക്കുള്ളൂ. അപ്പോൾ അതിന് കയറിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്രത്തിൻ്റെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നില്ല എന്ന് ചോദിക്കുന്നില്ല ഔചിത്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാര്യത്തിനകത്ത് വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്താമായിരുന്നല്ലോ. ഇന്ന് ഭാരതാംബയെ പൂജിക്കാൻ വേണ്ടിയിട്ട് ഗവർണർ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് വലിയ രീതിയിൽ പ്രക്ഷോഭം നടക്കേണ്ടതല്ലേ കേരളത്തിൽ? എന്തുകൊണ്ട് ഇന്ന് വലിയ രീതിയിൽ പ്രക്ഷോഭം നടന്നിട്ടില്ല? ഇന്നത്തെ പ്രക്ഷോഭം പോകുന്ന എവിടേക്കാണെന്നറിയോ? നിങ്ങൾ നാളെ ലീവ് കൊടുക്കുന്നുണ്ടോ? പെരുന്നാളിനോടനുബന്ധിച്ച് ലീവ് കൊടുക്കുന്നുണ്ടോ എന്ന്. കാരണം അതിനെന്താണ്? അത് ഈ വോട്ടിനെ സ്വാധീനിക്കുമെന്നുള്ളതുകൊണ്ടാണ്. വോട്ടിനെ സ്വാധീനിക്കുന്ന വിഷയമായതുകൊണ്ട് നാളെ ലീവ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലേക്ക് മാറുകയാണ്. ഈ പറഞ്ഞ കാര്യത്തിനകത്ത് വലിയ രീതിയിൽ വാർത്തകൾ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ റിയാലിറ്റിയെ അല്ല പൊതുവെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. റിയാലിറ്റീനെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് അന്നേരം കിട്ടുന്ന സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ്. അപ്പം അൻവർ ഉന്നയിക്കുന്ന വിഷയമാണെങ്കിലും ഇടതുപക്ഷം UDF ഉന്നയിക്കുന്ന വിഷയമാണെങ്കിലും ഒന്ന് തന്നെയാണ്, ഒരേ വിഷയമാണ് പോകുന്നത്. 1 മുതൽ 12 വരെയുള്ള സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കും കേട്ടോ. അവധി പ്രഖ്യാപിച്ചു എന്നുള്ളൊരു കാര്യം കൂടി. ഈ അവധിയുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് പ്രേക്ഷകർക്ക് നാളെ സ്കൂളുകളില്ല. 1 മുതൽ 12 വരെയുള്ള സ്കൂളുകൾക്ക് നാളെ ജൂൺ 6 അവധിയായിരിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി. പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, പ്രൊഫഷണൽ കോളേജ് ബക്രീദ് പ്രമാണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. 2 അവധി നാളെ. ഞാൻ പറയുന്നത് നാളെ പൊതു അവധിയല്ലേ, അതായത് ജീവനക്കാർക്കും എല്ലാം സ്ഥാപനങ്ങൾക്കടക്കം അവധി വേണമെന്നല്ലേ ലീഗിന്റെ ആവശ്യം. അവധി ഉണ്ടായിരുന്നില്ല. അവധി നേരത്തെ നിശ്ചയിച്ച അവധി മാറ്റിയിരുന്നു, അതിപ്പോൾ മാറ്റിയിരിക്കുന്നു. അല്ല, ഞാൻ പറയുന്നത് ഒരു അവധിയുണ്ട് കേട്ടോ നാളെ വിദ്യാർത്ഥികൾക്ക്. അല്ല, പെരുന്നാളുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷത്തിന്റെ ദിവസമാണ്. ഒരു ദിവസം കൂടെ അവധി കൊടുത്തു വിചാരിച്ചാൽ ഒന്നും സംഭവിക്കാനില്ല. പക്ഷേ ഞാൻ പറയുന്നത് അത് ചർച്ചയാവാനുള്ള കാരണം ഞാൻ പറഞ്ഞത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ നോർമൽ ഒരു ദിവസമാണെങ്കിൽ ഇതുപോലെ വലിയ ചർച്ച ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പെരുന്നാളിന്റെ അവധിയാണ്. ഒരു ദിവസം മുൻപ് ഞാൻ പറയുന്നത് അവധി കൊടുത്തുകൊണ്ട് വലിയ പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് ഇപ്പം ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ നിലമ്പൂർ ഇലക്ഷൻ ഉള്ളതുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ സർക്കാരും ചിലപ്പോൾ അത് കൊടുക്കേണ്ടി വരും. കാരണം അതും ഇലക്ഷനാണ്. അപ്പം ഞാൻ പറയുന്ന ആവശ്യം എന്താണ്? ഇപ്പം 19-ാം തീയതി വരെ നിങ്ങൾ നോക്കിക്കോളൂ. 19-ാം തീയതി വരെ ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ അത് വലിയതായിട്ട് കത്തും എന്നുള്ളതാണ്. പക്ഷേ എന്താണ് ഈ ഭാരതാംബേൻ്റെ പ്രശ്നം എന്താ? അത് വലിയ ഇവിടെ നിലമ്പൂർ വോട്ടാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പുറത്ത് പി പ്രസാദ് ആണല്ലോ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് അത് വലിയ ചർച്ചയാക്കൂല. അപ്പോൾ ഈ മുന്നണികൾക്ക് 19-ാം തീയതി വരെ എന്താണ് ആവശ്യം? പക്ഷേ ഭാരതാംബയിൽ പാർട്ടി സെക്രട്ടറി വളരെ വ്യക്തമായി ഔദ്യോഗിക ചിഹ്നമേ അല്ല. വൈകിട്ട് പ്രതികരിച്ചു. ഞാൻ പറഞ്ഞ രാവിലെ മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാണ് സെക്രട്ടറിയിലേക്ക് പരിപാടി മാറ്റിയത്. ഞാൻ പറയുന്നത് സർക്കാരിന്റെ തീരുമാനമാണ്. അത് ഞാൻ എന്റെ ഊഴത്തിൽ പറഞ്ഞതാണ്. സർക്കാരിന്റെ തീരുമാനമാണ്. തെറ്റിദ്ധരിക്കേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. സർക്കാരിന്റെ തീരുമാനമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ പരസ്യ പ്രതികരണം മുഖ്യമന്ത്രി. ഞാൻ പറയുന്നത് നമ്മൾ ഈ കേരളത്തിലെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഫൈറ്റുകൾ കണ്ട ആൾക്കാരല്ലേ. എത്ര ദിവസം നമ്മൾ ഇവിടെ മീറ്റ് ദ ഡിസ് ചർച്ച ചെയ്തതാണ്. അതുപോലെ ചർച്ച ഇപ്പോൾ ഇല്ലല്ലോ. കാരണം അതുകൊണ്ട് എന്താ ഇപ്പോൾ അത് വലിയ മുന്നിലേക്ക് വലിയ ഗുണം ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത്ര മാത്രമേ ഉള്ളൂ. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നവർക്കാണ് വോട്ട് കിട്ടേണ്ടതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ ജനങ്ങളുടെ കൂടെ നിൽക്കുക. കാരണം ഒരു MLA ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു 9 മാസം കൊണ്ട് ഒരു MLA ജയിച്ച് അവിടെ ചെന്നിട്ട് വലിയ വികസനം നിലമ്പൂർ കൊണ്ടുപോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. ഒന്നും ചെയ്യാനില്ല. 9 മാസം കൊണ്ട് ഇനി 3 മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ 2-3 മാസം എന്ത് പോകും? അതിന് 3 മാസം നമുക്ക് പെരുമാറ്റച്ചട്ടം വരും. അത് കഴിഞ്ഞ് നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ 2-2.5 മാസം പെരുമാറ്റച്ചട്ടം പോകും. അപ്പോൾ 3-2 5 മാസത്തോളം അല്ലെങ്കിൽ 4 മാസത്തോളം പെരുമാറ്റച്ചട്ടം പോകും. ബാക്കി എത്ര മാസമുണ്ട്? ബാക്കി 5 മാസമുണ്ട്. ഈ 5 മാസം കൊണ്ട് നിലമ്പൂർ മാറ്റി സ്വർഗ്ഗമാക്കുന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്താണ്, നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. കറക്റ്റായ മെസ്സേജ് കൊടുക്കാം. പ്രതിപക്ഷത്തിനാണെങ്കിലും ഭരണപക്ഷത്തിലാണെങ്കിലും കറക്റ്റ്, ഞാനത് ഇന്ന പാർട്ടി എന്നല്ല ഞാൻ പറയുന്നത്, കറക്റ്റായി നിലമ്പൂരിലെ ജനങ്ങൾക്ക് മെസ്സേജ് കൊടുക്കാം. ഇതാണ് നിങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്ന തെറ്റ്, അത് ഈ വോട്ടിൽ കൂടെ നിങ്ങൾക്ക് വലിയ അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നിലമ്പൂരിലെ ജനങ്ങളോട് എൻ്റെ അഭിപ്രായം. വെല്ലുവിളികൾ വോട്ടാകുമോ എന്ന ചോദ്യത്തിന് വെല്ലുവിളികളാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിഷമം എന്ന് പറയുന്നത്. ഒരു ജനാധിപത്യത്തിൽ വെല്ലുവിളികൾക്കും അപ്പുറം യഥാർത്ഥ വിഷയങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ജനകീയ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ
പാർട്ടികൾ, മുന്നണികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുന്ന ഇപ്പോൾ അവിടെ മത്സരിച്ച് വിജയിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും പിന്നെ PV അൻവർ എന്ന സ്വതന്ത്രനും ഭരണപക്ഷം ചെയ്ത കാര്യങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നില്ല എന്നതാണ്. പകരം മറ്റു വിഷയങ്ങളാണ് വെല്ലുവിളിക്കുന്നത്. ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്ക് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ നമ്മൾക്കറിയാവുന്ന ഈ നിമിഷം വരെയുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങളിലൊന്ന് പെൻഷൻ ഒരു കൈക്കൂലിയാണോ എന്ന ചർച്ചയാണ് CPM ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ആരാണ് അതിന് അവസരമൊരുക്കി കൊടുത്തത്? KC വേണുഗോപാലാണ്. ഇല്ലെങ്കിൽ പെൻഷൻ ഈ ഘട്ടത്തിൽ ചർച്ചയാവേണ്ട വിഷയമേ അല്ല. മലപ്പുറം വിഷയം അതും KC വേണുഗോപാൽ ഉയർത്തിക്കൊണ്ടുവന്നു. അതും പ്രതിപക്ഷം വലിയ രീതിയിൽ ഒരു പ്രചരണായുധമാക്കി മാറ്റുന്നു. നിലമ്പൂരുകാർക്ക് അറിയാത്തതാണോ? ഞാൻ ഇന്നലെ വിശദീകരിച്ചതല്ലേ, മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ചരിത്രത്തിൽ വ്യത്യസ്ത മുന്നണികളെടുത്ത നിലപാടുകൾ അതൊരു ഭാഗത്ത് നിൽക്കുകയാണ്. ഇത് നിലമ്പൂരിലെ ജനതയ്ക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുക? എന്ത് നേട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ കൊടുക്കാൻ പോകുന്നത്? അതാണ് എൻ്റെ ചോദ്യം. അതാണ് പകരം ജനകീയ വിഷയങ്ങൾ നിങ്ങൾ ഉയർത്താത്തത് എന്താ? ഉദാഹരണത്തിന് ഞാൻ ഇന്നലെ മലപ്പുറത്തിൻ്റെ കാര്യം പറഞ്ഞു, ഞാൻ പെൻഷൻ്റെ കാര്യം പറയാം. പെൻഷൻ സജീവ ചർച്ചയാക്കിയാൽ അത് ആർക്കാണ് ഇനി ഗുണകരമായി മാറാൻ പോകുന്നത്? നാളെ പെൻഷൻകാരുടെ സംയുക്ത പരിപാടി സംഘടിപ്പിച്ചിരിക്കുക CPM. എന്താ കൊടുക്കുന്ന സന്ദേശം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ KC വേണുഗോപാൽ പറയാൻ ശ്രമിച്ചത് എന്താ? പെൻഷൻ കുടിശ്ശിക വരുത്തുന്നത്, തിരഞ്ഞെടുപ്പ് സമയത്ത് ആ കുടിശ്ശികയിൽ ചില ഗഡുക്കൾ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, തിരഞ്ഞെടുപ്പ് കൈക്കൂലിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ഷേമ സർക്കാർ, ഒരു വെൽഫെയർ സ്റ്റേറ്റ് അത്തരം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി അറിയാതെയാണോ KC വേണുഗോപാൽ ഇത് പറഞ്ഞത്? ഈ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരു പെൻഷൻ കമ്പനി രൂപീകരിച്ചത്? ആ പെൻഷൻ കമ്പനി രൂപീകരിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ അതിനെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ലേ? ആ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് ദില്ലിയിൽ പോയിരുന്നില്ലേ? നേരത്തെ സ്മൃതി പറഞ്ഞു കേന്ദ്രത്തിനെതിരെ സഹകരണമാണോ? അല്ല, കേന്ദ്രത്തിനെതിരെ തുറന്നു വെല്ലുവിളിച്ച് ദില്ലിയിൽ പോയി സമരം ചെയ്ത ഒരേ ഒരു മുന്നണിയേ ഉള്ളൂ, അത് ഇടതുപക്ഷ മുന്നണിയാണ്. അന്ന് അതിനോടൊപ്പം കൂട്ടുചേരാതിരുന്നവരാണ് UDF. അന്ന് അതിനോടൊപ്പം ഭാഗമായില്ല. കർണാടക സർക്കാർ വേറെയും കേരള സർക്കാർ വേറെയും. നമുക്ക് നോക്കൂ, ആം ആദ്മി പാർട്ടിയുടെയും അങ്ങ് കാശ്മീരിൽ നിന്ന് വരെ നേതാക്കൾ ഇവിടെ ഇറങ്ങി വന്ന് കേരളത്തോടൊപ്പം നിന്ന് കേന്ദ്രത്തിനെതിരെയുള്ള സമരത്തിൽ പങ്കെടുത്തു. പക്ഷേ കേരളത്തിൽ ഈ പെൻഷൻ്റെ കാര്യം പറയുന്ന ഒരു UDF നേതാവിനെയും വന്ന് ദില്ലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ പേരിലുള്ള സമരത്തിൽ, പ്രതിഷേധ സമരത്തിൽ നമ്മൾ കണ്ടില്ല. എന്തുകൊണ്ടെന്നൊരു ചോദ്യമുണ്ട്. അതിന് മറുപടി പറയേണ്ടത് കോൺഗ്രസ് ആണ്. അത് പെൻഷൻ്റെ വിഷയത്തിൽ CPM ഉയർത്താൻ പോകുന്ന ഒരു ആർഗ്യുമെൻറ്റാണ്. രണ്ട്, പെൻഷൻ്റെ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ റോൾ എന്താ? നമ്മളൊന്ന് പരിശോധിച്ച് പോയാൽ നല്ലതായിരിക്കുമല്ലോ. 1980-ലാണല്ലോ EK നായർ മന്ത്രിസഭയുടെ കാലത്താണല്ലോ കർഷക തൊഴിലാളി പെൻഷൻ വരുന്നത്. കർഷക തൊഴിലാളി പെൻഷൻ വരുമ്പോൾ അന്ന് നിയമസഭയിലുണ്ടായിരുന്ന K കരുണാകരൻ്റെ നിലപാടെന്തായിരുന്നു? പ്രത്യുൽപാദനപരമല്ല പെൻഷനുകൾ എന്ന നിലപാട് രാഷ്ട്രീയമായി എടുത്ത ഒരേ ഒരു പാർട്ടിയുള്ളൂ, അത് കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണ്. കാരണം അന്ന് ഇന്ദിരാഗാന്ധിയുടെ സോഷ്യലിസ്റ്റ് നയചേരിയിലേക്ക് വന്നിട്ടില്ല കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്. പൂർണ്ണമായിട്ടും മുതലാളിത്ത വികസനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആശയ കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. വെൽഫെയറിസത്തിലേക്ക് വരുന്നതിന്, ജനക്ഷേമ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിന് കുറച്ച് വർഷങ്ങൾ കൂടി വേണ്ടി വന്നു. അതിനുശേഷം പിന്നീട് വരുന്നുണ്ട്, നമുക്കറിയാം 1969 ശേഷം. പക്ഷേ പിന്നീട് എന്താ സംഭവിക്കുന്നത്? ആ ജനക്ഷേമ രാഷ്ട്രീയത്തിൻ്റെ സാധ്യത പിന്നീട് കോൺഗ്രസും തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കൂ. 1980-ലാണ് 45 രൂപ 60 വയസ്സ് കഴിയുന്ന കർഷക തൊഴിലാളിക്ക് EK നായർ സർക്കാരിൻ്റെ കാലത്ത് ആദ്യത്തെ കർഷക തൊഴിലാളി പെൻഷനായിട്ട് അനുവദിക്കുന്നത്. അതിനുശേഷം 82-ൽ ആ സർക്കാർ വീണു. പകരം 82-ൽ UDF സർക്കാർ അധികാരത്തിൽ വന്നു. 45 രൂപയിൽ നിന്ന് 1 രൂപ കൂട്ടിയോ? 82 മുതൽ 87 വരെയുള്ള UDF സർക്കാരിൻ്റെ കാലത്ത് 1 രൂപ കൂട്ടിയില്ല. തീർന്നില്ല, 87-ൽ EK നായർ മന്ത്രിസഭ വീണ്ടും വരേണ്ടി വന്നു 45 രൂപയിൽ നിന്ന് 60 രൂപയായിട്ട് ആ പെൻഷൻ വർദ്ധിപ്പിക്കാൻ. അതായത് 45 രൂപയായിരുന്ന പെൻഷൻ 60 രൂപയായി വർദ്ധിപ്പിക്കുന്നത്. ആദ്യത്തെ വർധനമുണ്ടാവുന്നത് ഈ EK നായരുടെ 1987 സർക്കാരിൻ്റെ കാലത്താണ്. ആ സർക്കാർ 92 പോയി, UDF വന്നു. എന്തെങ്കിലും വർധനമുണ്ടായോ? 5 വർഷക്കാലം ഒരു വർധനവും ഉണ്ടായില്ല. ഒടുവിൽ 96-ൽ പെൻഷൻ 60 രൂപയിൽ നിന്ന് 120 രൂപയായിട്ട് വീണ്ടും വർദ്ധിപ്പിക്കുന്നു EK നായർ സർക്കാരിൻ്റെ കാലത്ത്. മൂന്നാമത്തെ വർധനയും LDF സർക്കാരിൻ്റെ കാലത്ത് 1996-ൽ. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും സർക്കാർ ഏതെങ്കിലും ഘട്ടത്തിൽ പെൻഷൻ വർദ്ധിപ്പിച്ചു? നാമമാത്രമായിട്ടാണെങ്കിലും 96 വരെ വർദ്ധിപ്പിച്ചില്ല. അതിനുശേഷം 2001-ൽ AK ആൻ്റണി സർക്കാർ വരുന്നു. അടിമുടി സാമ്പത്തിക ബാധ്യത നമുക്കറിയാമല്ലോ. 91-ലെ AK ആൻ്റണി സർക്കാർ വരുമ്പോഴാണ് 28 മാസമാണെന്ന് പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരുന്ന കാലം 2001-ൽ വന്ന AK ആൻ്റണി സർക്കാരിൻ്റെ കാലമാണ്. ആ 28 മാസക്കാലത്തെ പെൻഷൻ 120 രൂപയുടെ പെൻഷൻ്റെ കുടിശ്ശിക കൊടുത്തു തീർക്കുന്ന ആരാണെന്നറിയാമോ? 28 മാസത്തെ പെൻഷൻ്റെ കുടിശ്ശിക 2006-ൽ വരുന്ന VS അച്യുതാനന്ദൻ സർക്കാരാണ്. അന്ന് VS അച്യുതാനന്ദൻ സർക്കാർ 2011-ൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയില്ല. ഈ 120 രൂപ എന്നുള്ളത് 500 രൂപയാക്കിയിട്ടാണ് VS അച്യുതാനന്ദൻ പോകുന്നത്. വർധന ഉണ്ടാവുന്നു. 120-ൽ നിന്നാണ് വർധന ഉണ്ടാവുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ 2011 വരെയും UDFൻ്റെ സർക്കാരിൻ്റെ ഒരു സർക്കാരും
രൂപ പോലും ആ അർത്ഥത്തിൽ വർധനവ് അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിയിട്ടില്ല. ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു 400 രൂപ എന്നാണല്ലോ പറഞ്ഞത്. 400 രൂപയിൽ നിന്ന് 600 രൂപയാക്കി അത് വർദ്ധിപ്പിക്കുന്നു. ഏത് 2011 മുതൽ 16 വരെ. അവിടെയാണ് 3 മാസം മുതൽ ചില പെൻഷനുകൾ 11 മാസം, ചില പെൻഷനുകൾ 18 മാസം എന്നിങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള കുടിശ്ശികയായിട്ട് പോകുന്നു. നമ്മുടെ സഭയിൽ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ട് സ്വരാജിൻ്റെ ചോദ്യത്തിന് തോമസ് ഐസക് നൽകിയ മറുപടി. ആ പെൻഷൻ അവിടെ കൊടുത്തു പോകുന്നു. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം അതും 600 രൂപയിൽ നിന്ന് 1000 രൂപയാക്കി, 1000 രൂപയിൽ നിന്ന് 1600 രൂപയാക്കി പെൻഷൻ വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് നൽകിയ ഒരു വിചിത്രമായ വിശദീകരണം എന്ന് പറയുന്നത് വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്നുള്ളതാണ്. ഞാൻ കണക്കെടുത്ത് നോക്കിയപ്പോഴാണ് ഞെട്ടിപ്പോയത്. വിവിധ പെൻഷനുകൾ ഏകീകരിച്ചു എന്ന് പറയുമ്പോൾ ഈ വിധവാ പെൻഷൻ, അതേപോലെ വാർദ്ധക്യകാല പെൻഷൻ, ഇതെല്ലാം കൂടി വാങ്ങുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് കേവലം 10% താഴെ മാത്രമാണ്. അതും മൊത്തം 32 ലക്ഷത്തോളം ആളുകൾ മാത്രമാണെന്ന് വാങ്ങിയിരുന്നത്. ഇന്ന് 62 ലക്ഷത്തോളം വയോധികരായവർക്ക്, 60 വയസ്സ് പിന്നിട്ടവർക്ക് അവരുടെ വീടുകളിലേക്ക് പെൻഷൻ എത്തുന്ന സംവിധാനം ഉണ്ടാകുന്നു. കോവിഡിന് മുമ്പ് നമ്മൾ എങ്ങനെയാണ് കൊടുത്തിരുന്നത്? കുടിശ്ശിക പണ്ടുണ്ടായിരുന്നില്ലേ? പണ്ടുണ്ടായിരുന്നു. ആ കുടിശ്ശികയുടെ ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. 28 മാസം കുടിശ്ശിക വരുത്തിയ സർക്കാർ, അതിനുശേഷം പിന്നീട് 3 മാസം മുതൽ 18 മാസം വരെ വ്യത്യസ്ത പെൻഷനുകൾ കുടിശ്ശിക വരുത്തിയ സർക്കാർ, അതെല്ലാം UDFിൻ്റെ കാലത്തുണ്ടായിരുന്നതാണ്. ഈ വിഷയങ്ങൾ ഈ നിലമ്പൂരിലെ ജനങ്ങൾ ചർച്ച ചെയ്യില്ലേ സ്വാഭാവികമായിട്ടും? അപ്പോൾ ജനകീയ വിഷയങ്ങൾ ഏത് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിൽ കോൺഗ്രസിനൊരു പരാജയം സംഭവിച്ചു. കോൺഗ്രസ് അവതരിപ്പിച്ച 2 വിഷയങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു പോകുന്നതാണ് ഞാൻ കണ്ടത്. ഇനി ന്യൂനപക്ഷവുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടല്ലോ. കേന്ദ്ര സർക്കാരിൻ്റെ ഈ RSS നയത്തോട് സംസ്ഥാന സർക്കാർ ചേർന്നു പോവുകയാണ്. ഇന്ന് കണ്ട കാഴ്ച ഏതാണോ? അമരീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതാംബയല്ലല്ലോ ഇന്ന് രാജ്ഭവനിൽ പ്രതിഷ്ഠിച്ചത്. എന്തുകൊണ്ടാണ് രാജ്ഭവനിൽ നടക്കേണ്ട സർക്കാർ പരിപാടി സെക്രട്ടേറിയറ്റിലേക്ക് മാറ്റാൻ തീരുമാനമെടുത്തത്? ആരുടെ അനുമതിയോടുകൂടിയാ? മുഖ്യമന്ത്രിയുടെ അനുമതിയോടുകൂടിയാ. അതിന് ആരുടെ പിന്തുണയുണ്ടായിരുന്നത്? CPMൻ്റെയും CPIയുടെയും പിന്തുണയോടുകൂടി ഉണ്ടായിരുന്നത്. P. പ്രസാദിനെ അഭിനന്ദിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്. പാർട്ടി CPM അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് CPM പാർട്ടി സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെൻറ്റ് വന്നില്ലേ, ഈ ഭാരതാംബ ഒരു ഔദ്യോഗിക ചിഹ്നമേ അല്ല എന്നുള്ളതാണ്. അമരീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഭാരതാംബയെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാം. അതുമായി ഒരു ബന്ധവുമില്ലാത്തതാണ് RSS സ്ഥാപിച്ചിരിക്കുന്ന കാവിക്കൊടി എന്തിയിരിക്കുന്ന ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത്. അത് ഭാരതാംബയല്ല, ഭാരതാംബയുടെ വികല ചിത്രമാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കാണാം. ആ ഭാരതാംബയെ പൂജിച്ചുകൊണ്ട് തുടങ്ങാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലപാടെടുത്തത് ഇടത് സർക്കാരല്ലേ? ആ നിലപാടിൻ്റെ പേരിലല്ലേ? ആ നിലപാടിൻ്റെ പേര് മുന്നോട്ട് പോകുമ്പോൾ RSSുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ എന്നുള്ള വാദം പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് എന്നതാണ് എൻ്റെ വാദം. ഇനി നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നല്ലോ. എന്തായിരുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിഷയത്തിൽ നിതിൻ ഗഡ്കരിയുമായി പോയി കൂടിക്കാഴ്ച നടത്തി രാജി ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. NHAയുടെ വിഷയത്തിൽ രാജി ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ആവശ്യപ്പെട്ട ചരിത്രം ഇന്ന് നമ്മുടെ മുന്നിലുണ്ടോ? എത്രയെത്ര പാലങ്ങൾ പൊളിഞ്ഞു. മുംബൈയിലെ പാലം പൊളിഞ്ഞത് നമ്മൾ കണ്ടതല്ലേ? അന്ന് ഈ പറയുന്ന നിതിൻ ഗഡ്കരിയുടെ രാജി കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? മുംബൈയിലെ പാലം മുഖ്യമന്ത്രി പോയി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ബാംഗ്ലൂരിലെ റോഡ് പൊളിഞ്ഞിട്ടില്ലേ? അന്ന് ആ സമയത്ത് കോൺഗ്രസ് രാജി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടേണ്ടത് നിതിൻ ഗഡ്കരിയുടെ രാജിയാണോ, പകരം അവിടെ എംബാങ്ക്മെൻറ്റിന് പകരം വയാഡക്റ്റ് ആണോ? വയാഡക്റ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിതിൻ ഗഡ്കരി ഇത് സമ്മതിച്ചില്ലേ? ആ സമ്മതിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ കമ്പനിയുടെ ചെലവിൽ, ഒരു ടാക്സ് പേരുടെ മണിയുടെ ചെലവിലല്ല, കമ്പനിയുടെ ചെലവിലാണ് വയാഡക്റ്റ് നിർമ്മിക്കാൻ പോകുന്നത്. തീർന്നില്ല, ഡിസംബർ മാസത്തോടു കൂടി പണി തീർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു നിതിൻ ഗഡ്കരി. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നിങ്ങൾക്ക് സർക്കാർ അവിടെ ഒത്തുതീർപ്പിലാണ് പോയത് എന്ന് പറയാൻ കഴിയുക? അതാ കമ്പനിയെ പീനലൈസ് ചെയ്യുന്നതല്ലേ? ഏതാ കമ്പനി എന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ആ കമ്പനിയുടെ ഉടമയായ ആൾ ഏത് പാർട്ടിയുടെ MLA ആയിരുന്നു എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. തെലങ്കാനയിൽ ഏത് പ്രസ്ഥാനത്തിൽ അയാൾ വിശ്വസിച്ചിരുന്നെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഈ ഉയർത്തിയ വിഷയങ്ങൾ തിരിച്ചടിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. 1. 2. ജനകീയ വിഷയങ്ങൾ ആഴത്തിൽ ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു തിരഞ്ഞെടുപ്പായി നിലമ്പൂർ മാറുന്നുണ്ടോ എന്നുള്ളത് ഞാൻ സംശയിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാർ നിലമ്പൂരിലെ ചോലനായ്ക്കരുടെ വിഭാഗത്തിൽ, ആദിവാസി വിഭാഗങ്ങളുടെ ഇടയിൽ ഒക്കെ നടത്തിയ ഇന്നത്തെ റിപ്പോർട്ടിങ്ങുകളുണ്ട്. അത് പ്രേക്ഷകർ കാണണം. അവിടെയുള്ള മനുഷ്യർക്ക് പലപ്പോഴും തിരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നതുപോലും അറിയാത്ത അവസ്ഥ. ചാലിയാർ പുഴയുടെ കുറുകെ ഒരു പാലം ഇതുവരെയും നിർമ്മിക്കപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. വന്യജീവി സംഘർഷത്തിൽ എന്തുകൊണ്ടാണ് വന്യജീവി സംഘർഷം വലിയ വാർത്തയാക്കി മാറ്റാത്തത്? ഇന്നലെ സുജയ് പറഞ്ഞല്ലോ, ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. യഥാർത്ഥത്തിൽ സുജയ് പറഞ്ഞത് ഒരു പരിധിവരെ ശരിയാ. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആകെ പ്രതീക്ഷ പണ്ടൊരു നേതാവ് പറഞ്ഞതുപോലെ പ്രളയവും കോവിഡും ഒക്കെ അത് ഇനിയും വരുമല്ലോ എന്ന് ആശിച്ചിരിക്കുന്നത് പോലെ ഒരു കടുവ ഇറങ്ങിയാൽ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു പുതിയ മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് അവർ മാത്രമായി തീരുന്നൊരു പ്രതീക്ഷ. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. വന്യജീവി നിയമത്തിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യാൻ വന്നാൽ 1972 വന്യജീവി നിയമം പാസ്സാക്കിയതാരാ? അതിൽ ഭേദഗതികൾ കൊണ്ടുവന്നതാരാ? 5 ഭേദഗതികൾ അവതരിപ്പിച്ചത് NDA സർക്കാരല്ലേ? ആ ഭേദഗതികൾ അവതരിപ്പിക്കുന്ന സമയത്ത് പ്രതിപക്ഷം എന്താ സംസാരിച്ചത്? എന്താ വയനാടിനെ പ്രതിനിധീകരിച്ചു പോയ MP ആ ഭേദഗതികളെ എതിർത്ത് അവിടെ സംസാരിക്കാതെ പോയത്? ഈ ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവില്ലേ? എന്തിനേറെ ഈ നിമിഷം വരെയും നിലമ്പൂർ മണ്ഡലത്തിലെ MP നമ്മൾ കണ്ടിട്ടുണ്ടോ?
MP അവിടെ സ്ഥിരമായിട്ട് വരേണ്ടതില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായും വിഷയങ്ങൾ ഉണ്ടാവും. പക്ഷേ അതിലേക്കൊന്നും ശ്രദ്ധ പോകാതെ മലപ്പുറം പെൻഷൻ എന്നിങ്ങനെ തിരിയുന്നതിനെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നതാണ്. ഇപ്പോൾ പിണറായിസത്തെക്കുറിച്ച് കേൾക്കാനില്ലല്ലോ. ആർക്കും പിണറായിസം എന്ന വാക്ക് ഉപയോഗിക്കേണ്ട. എന്താ പിണറായിസം എന്ന വാക്ക് ഉപയോഗിച്ചാൽ തിരിച്ചൊരു കൗണ്ടർ നെഗറ്റീവ് തുടങ്ങി. പിണറായിസം എന്ന് പറയുന്നത് 1600 രൂപ പെൻഷൻ കൊടുക്കുന്നതാണെങ്കിൽ, പിണറായിസം എന്ന് പറയുന്നത് ദേശീയപാതയുടെ വികസനമാണെങ്കിൽ, പിണറായിസം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC അപ്പോയിൻമെൻറ്റ് നടത്തിയ സ്ഥാപനം കേരളത്തിലാണ് എന്നുള്ളതിൻ്റെ അടയാളമാണെങ്കിൽ, ഏറ്റവും നല്ല സ്കൂളുകൾ കൊടുക്കുന്നതിൻ്റെ, ഏറ്റവും നല്ല ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിൻ്റെ പേരാണെങ്കിൽ നിങ്ങൾക്ക് പിണറായിസം കേരളത്തിൽ കൊണ്ടുവരാം എന്നൊരു ലെഫ്റ്റ് ക്യാമ്പയിൻ വരുന്നു. അപ്പോൾ ആ ക്യാമ്പയിന് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ജനകീയ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യണം. നിർഭാഗ്യവശാൽ ഇതുവരെയും നിലമ്പൂർ മണ്ഡലത്തിൽ ജനകീയ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെട്ട് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കേവലം വെല്ലുവിളികൾ കൊണ്ട് വിജയിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഞാനൊരു കാര്യം പറയാം സാറേ, ഈ MP മാത്രം തീരുമാനം എടുക്കേണ്ട ഒരു വിഷയം അവിടെ ഉണ്ട്. ഏതാണെന്നറിയാം, ഈ നഞ്ചങ്കോട് പിന്നെ നിലമ്പൂർ റെയിൽപാത അത് MP ആണ് തീരുമാനം എടുക്കേണ്ടത്. ഞാൻ രാഹുൽ ഗാന്ധി പിന്നെ MP ആയിരുന്ന സമയത്ത് പ്രകടന പത്രികയിൽ ആ സമയത്ത് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നഞ്ചങ്കോട് റെയിൽപാതയും അതുപോലെ രാത്രികാല നിരോധനമായിരുന്നു. ആ സമയത്ത് അതൊന്നും നടന്നില്ല. 5 വർഷം കഴിഞ്ഞു പോയി. ഇപ്പം പ്രിയങ്ക ഗാന്ധി MP ആയി. ഈ സമയത്തും അതിന് വേണ്ടി തീരുമാനമായിട്ടില്ല. ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയമാണ് ഇത്. കോൺഗ്രസുമായി ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയമാണ് ഇത് നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഇതൊന്നും തൊടുന്നില്ല എന്നുള്ളതാണ്. അത് ജനകീയ വിഷയം തൊടുന്നില്ല. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരുമായിട്ട് ചേർന്നു പോകുന്നു എന്നുള്ള ആരോപണമാണെങ്കിൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു EDക്കെതിരെ, മമതാ ബാനർജി അല്ലാതെ ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസിക്കെതിരെ സംസ്ഥാന ഏജൻസിയെ കൊണ്ട് തിരിച്ചൊരു അന്വേഷണം നടത്തി കേസെടുപ്പിച്ച് FIR ഇട്ട ചരിത്രമുണ്ടോ? അത് കേരളത്തിലല്ലേ സംഭവിച്ചത്? EDയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന ആളെ മുഖ്യപ്രതിയാക്കി വിജിലൻസ് അല്ലേ ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? കേന്ദ്രവുമായിട്ട് ചേർന്ന് പോകുന്ന സർക്കാർ എന്ന ആരോപണമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പാളിസാവില്ലേ ഈ ആർഗ്യുമെൻറ്റുകളുടെ മുന്നിൽ? അതുകൊണ്ട് ദുർബലമായ വാദങ്ങളുമായി പ്രതിപക്ഷം ഈ ക്യാമ്പയിൻ ഇറങ്ങാതിരിക്കുക. ജനങ്ങളുടെ വിഷയങ്ങൾ കണ്ട് തൊട്ടറിഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ആ വിഷയത്തിൽ നിൽക്കുക. അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കുന്നു, 9 മാസത്തേക്ക് എന്തിന് മറ്റൊരു മുന്നണിയിലെ MLA തിരഞ്ഞെടുക്കണം? ആ MLA കൊണ്ട് എന്താണ് ഈ മണ്ഡലത്തിന് പ്രയോജനമെന്ന് വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു. നിലമ്പൂർ സുജയ, വെല്ലുവിളികൾ വോട്ടാകുമോ? വെല്ലുവിളികൾ വോട്ടാക്കാനാണ് ഇങ്ങനെ തുടർച്ചയായി ഓരോ വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളിക്കുന്നത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും നമ്മൾ കാണാറുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ PV അൻവറാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നടത്തിയിരിക്കുന്നത്. അതും ഡയറക്റ്റ് വെല്ലുവിളികൾ നടത്തിയിരിക്കുന്നത്. അത് MLA സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ജനുവരി 13 തുടങ്ങിയ ആ വാർത്താ സമ്മേളനം മുതൽ പിണറായിസത്തിനെതിരായ വെല്ലുവിളി തുടങ്ങുന്നുണ്ട്. പിണറായിസത്തെ മുട്ടുകുത്തിക്കും ഞാൻ എന്നുള്ള ഒരു വെല്ലുവിളിയുമായിട്ടാണ് അൻവർ ഇറങ്ങുന്നത്. അതിപ്പോൾ VD സതീശനെതിരെയായിട്ടുള്ള ഒരു വെല്ലുവിളിയായി പ്രധാനമായും മാറുകയാണ്. ഇവിടെ അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ PV അൻവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ നോക്കണം. അതായത് VD അടച്ച UDFന്റെ വാതിൽ 23 ശേഷം മറ്റാരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തിന് തുറന്നു കൊടുക്കും. ആ തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ 23 വോട്ടെണ്ണുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെടണമല്ലോ. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പരാജയപ്പെടുത്തി വരൂ അൻവറെ എന്ന് ആരൊക്കെയോ UDFൽ നിന്ന് അൻവറിനോട് പറയുന്നുണ്ടോ എന്ന ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു വെല്ലുവിളിയാണ് അൻവറിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് റിപ്പോർട്ടർ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കി എടുക്കാനുള്ളത്. അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നടത്തുന്നത് ഇപ്പോൾ PV അൻവറാണ്. അതോടൊപ്പം മുന്നണികൾക്കിടയിലുള്ള വെല്ലുവിളികൾ, രാഷ്ട്രീയമായിട്ടുള്ള വാഗ്വാദങ്ങൾ, അത് എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തെയും പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ VV പ്രകാശ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപാണല്ലോ മരിക്കുന്നത്. VV പ്രകാശിന്റെ നാടായ എടക്കര, ആ എടക്കര ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാകും എന്നതാണ്. ആ എടക്കര കൊടുക്കുന്ന ഒരു വെല്ലുവിളി അത് ആർക്ക് ഗുണകരമായി വരും എന്നതാണ് മറ്റൊരു വെല്ലുവിളിയായി, ഒരു രാഷ്ട്രീയ വെല്ലുവിളിയായി ഞാൻ കാണുന്ന ഒന്നാമത്തെ ഫാക്ടർ ഈ എടക്കര തന്നെയാണ്. അവിടെ 2021 UDFന് 7745 LDFന് 7757 വോട്ടും കിട്ടിയ സ്ഥലമാണ് എടക്കര എന്ന് പറയുന്നത്. നെക്ക് ടു നെക്ക് ഫൈറ്റ് നടന്ന സ്ഥലമാണ്. അപ്പോൾ എടക്കര ഈ രണ്ട് മുന്നണികൾക്കും LDFനും UDFനും നല്ല വെല്ലുവിളി തന്നെ ഉയർത്തും. പ്രത്യേകിച്ചും അൻവർ ഇല്ലാത്ത LDF എടക്കരയിൽ എങ്ങനെ പെർഫോം ചെയ്യും? കാരണം VV പ്രകാശിന്റെ നാടാണ്. അവിടെ നിന്നുള്ള പരമാവധി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാൻ കോൺഗ്രസും UDF സംവിധാനവും ആകെ പ്രയത്നിക്കുകയും ചെയ്യും. അവിടെയാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദിവസങ്ങൾക്ക് മുൻപ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രധാനമാകുന്നത്. ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതുകൊണ്ടാണ് VV പ്രകാശ് പരാജയപ്പെട്ടത്. അത് എടക്കരയിൽ പ്രതിഫലിക്കാൻ പോകുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി നിൽക്കുകയാണ്. അത് അദ്ദേഹം ഒരു പ്രസ്താവനയുടെ സ്വഭാവത്തിലാണ് പറഞ്ഞതെങ്കിലും അതിന് ഒരു വെല്ലുവിളിയുടെ സ്വഭാവമുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് വീണ്ടും സ്ഥാനാർത്ഥിയായി വരുമ്പോൾ പ്രകാശിനെ തോൽപ്പിച്ച ഷൗക്കത്തിനോട് എടക്കര എങ്ങനെ പ്രതികരിക്കും എന്നുള്ള ഒരു വെല്ലുവിളിയാണത്. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് അവർ ഉപയോഗിക്കുന്നത് VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ അച്ഛന്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂർക്കാരന്റെ മനസ്സിലും എരിയും
ചെയ്യുമെന്ന വാചകം കൂടിയാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വെല്ലുവിളിയായി അവിടെ നിൽക്കുന്നുണ്ട്. അതിന്റെ ഗുണഫലം ആർക്ക് കിട്ടും? സ്വരാജിന് കിട്ടുമോ, അതോ അൻവറിന് കിട്ടുമോ, അതോ ആര്യാടൻ ഷൗക്കത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് UDF-ന് കഴിയുമോ എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് PV അൻവറിന്റെ ഇപ്പോഴത്തെ ശ്രമങ്ങളാണ്. PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PV അൻവർ ഒന്നുകിൽ വോട്ട് തനിക്ക് അനുകൂലമാക്കാൻ, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് കിട്ടാതിരിക്കാൻ. സ്വരാജിനെ അൻവർ ഒരു എതിരാളിയെ കാണുന്നുണ്ടോ എന്നത് എനിക്കിപ്പോൾ ഇന്നത്തെയൊക്കെ ഒരു പ്രതികരണം കണ്ടപ്പോൾ എനിക്കൊരു സംശയമാണ് തോന്നുന്നത്. കാരണം സ്വരാജിനെ അൻവർ വെല്ലുവിളിക്കുന്നതോ അല്ലെങ്കിൽ സ്വരാജിനെതിരെയോ പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലാണ് VD സതീശനെതിരെ, ആര്യാടൻ ഷൗക്കത്തിനെതിരെ അൻവർ നടത്തുന്ന സ്റ്റേറ്റ്മെന്റുകൾ. അപ്പോൾ ഒരു ഡയറക്റ്റ് വെല്ലുവിളി സ്വരാജും PV അൻവറും തമ്മിൽ, പിണറായി സത്തിന്റെ ഒരു പ്രതിനിധിയാണ് സ്വരാജ് എന്നൊക്കെ പറയുന്ന ആ വാചകങ്ങൾ ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നേരിട്ടുള്ള ഒരു വെല്ലുവിളി ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ്. ഒന്നുകിൽ തനിക്ക് അനുകൂലമാക്കുക, അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് എതിരാക്കുക. അതാണ് PV അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വെല്ലുവിളിയാണല്ലോ സ്വരാജിനെ സ്ഥാനാർത്ഥിയായി ഇറക്കിയത്. ആളെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കുക, അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും പാലക്കാട് MLA-യുമായ രാഹുൽ മാങ്കൂട്ടത്തിലിട്ടത്. അപ്പോൾ ആ വെല്ലുവിളിക്ക് CPIM കൊടുത്ത മറുപടി എന്താണ്? നിങ്ങൾ ചോദിച്ച ആളെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. ആ വെല്ലുവിളിക്ക് മറുപടി കൊടുത്ത CPIM-ന്റെ ആ മറുപടി എങ്ങനെയായിരിക്കും, വെല്ലുവിളിയും അതിന് കൊടുത്ത മറുപടിയും എങ്ങനെയായിരിക്കും വോട്ടായി കൺവേർട്ട് ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ കാര്യം. വെല്ലുവിളിച്ചവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ളൊരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതിനുശേഷം ഇപ്പോൾ ഓരോ ബൂത്തിലും കേന്ദ്രീകരിച്ചുള്ള പ്രചാരണവും സ്വരാജ് നടത്തുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടിക്ക് മറ്റൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ജനുവരി 13 അൻവർ നടത്തിയതിനുള്ള ഒരു മറുപടിയാണ്. അത് നേരിട്ട് പാർട്ടിക്ക്, മുന്നണിക്ക്, മുഖ്യമന്ത്രിക്ക് നേരെ ഉയർന്ന വെല്ലുവിളിയാണ് PV അൻവറിൻ്റേത്. നിങ്ങളുടെ MLA സ്ഥാനം എനിക്ക് വേണ്ട എന്ന് ഇറങ്ങി പോന്നുകൊണ്ട് നേരിട്ട് മുഖ്യമന്ത്രിയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ നേരിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മുഹമ്മദ് റിയാസിനെയും മുഖ്യമന്ത്രിയെയും പറയുന്നുണ്ട്. അതിൽ നിന്ന് അൻവർ മാറുന്നില്ല. ആ വെല്ലുവിളി സിറ്റിംഗ് സീറ്റ് നിലനിർത്തിക്കൊണ്ട് ഒരു മറുപടിയാക്കി LDF-ന് കൊടുക്കാൻ കഴിയുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ക്ഷേമ പെൻഷൻ, മലപ്പുറം പരാമർശം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ മത്സരമാകുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തുപയോഗിക്കുന്ന ആയുധങ്ങളാണ്. ആ വെല്ലുവിളികൾക്കുള്ള മറുപടി കൊടുക്കേണ്ടത് ജനമാണ്. ഇതിലേതിനാണ് വെയിറ്റേജ് എന്ന് തീരുമാനിക്കേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 9 വർഷം, അതിനു മുൻപുള്ള ആര്യാടൻ മുഹമ്മദിന്റെ 3 പതിറ്റാണ്ടോളം നീളുന്ന ടെന്യൂർ, ഈ 2 സമയത്തും ഈ അവിടെ എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ മലയോര മേഖലയെക്കുറിച്ച് പറയുമ്പോൾ, ഈ മലയോര മേഖലയ്ക്ക് വേണ്ടി ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ അവിടെ സെർവ് ചെയ്ത MLA ആയിരുന്നയാൾ എന്ത് ചെയ്തു? അത് ജനം വിലയിരുത്തും. കാരണം ആര്യാടൻ മുഹമ്മദിന്റെ മകനായി, അദ്ദേഹത്തിന്റെ പ്രതിനിധിയായി ആര്യാടൻ ഷൗക്കത്തിനെ അവതരിപ്പിക്കുമ്പോൾ അച്ഛൻ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു എന്നൊരു കാര്യം അവിടെ പ്രസക്തമാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ പോകുന്ന ഒരു വെല്ലുവിളി, അച്ഛനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ അച്ഛൻ MLA ആയിരുന്നപ്പോൾ എന്ത് ചെയ്തു എന്ന ഒരു കാര്യം അവിടെ നിൽക്കുകയാണ്. അതും വോട്ടായി കൺവേർട്ട് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി സർക്കാർ 34.43 ലക്ഷം പേർക്ക് ആകെ 9,311 കോടി രൂപയാണ് ക്ഷേമ പെൻഷന് വേണ്ടി ചെലവഴിച്ചത്. ഇപ്പോൾ 62 ലക്ഷമായി ഗുണഭോക്താക്കളുടെ എണ്ണം മാറുകയാണ്. അവർക്ക് പെൻഷൻ കൃത്യമായി ഓരോ മാസവും കൊടുക്കുന്നതിനൊപ്പം കുടിശ്ശികയായി കിടക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ പരാമർശം. അപ്പോൾ കൂട്ടുകയും തരികയും ചെയ്യുന്നുണ്ടല്ലോ എന്നാണ് ജനം കാണുന്നതെങ്കിൽ KC-യുടെ വെല്ലുവിളി അവിടെയും പാളാനായിട്ട് അതെ. അപ്പോൾ ഈ 9,311 കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യയുടെ 20% ആൾക്കാർക്ക് 62 ലക്ഷം ഗുണഭോക്താക്കൾ എന്ന് പറയുമ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ എങ്ങനെ പോയാലും അതിന്റെ ഒരു സൈസബിൾ ആയിട്ടുള്ള ഒരു വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണല്ലോ ഈ പെൻഷൻ വാങ്ങുന്നവർ. അപ്പോൾ അവരുടെ വോട്ട് എന്ന് പറയുന്നത് പ്രധാനമാണ്. അതാണ് അവരതിനെ എങ്ങനെ എടുക്കുന്നു. പ്രായമായവരൊക്കെ ഒരുപക്ഷെ ഇപ്പോൾ ബൂത്തിലേക്ക് പോകാനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മടിച്ചിരുന്നവരൊക്കെ ഇത്തവണ വാഹനങ്ങളിലും വീൽ ചെയറിലും ഒക്കെയായി ബൂത്തിലേക്ക് എത്തുന്നതിന്റെ ഒരു നിര ചിലപ്പോൾ നമ്മൾ കൂടുന്നത് 19 കാണുകയാണെങ്കിൽ അതിലേക്ക് നയിച്ചത് ഈ പരാമർശമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, വെല്ലുവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോഴും ഏറ്റവും കൂടുതൽ നോക്കിയാൽ അറിയാം, നിലമ്പൂരിലെ എല്ലാ ഹോട്ടലുകളും നിറഞ്ഞിരിക്കുന്നത് UDF നേതാക്കളെ കൊണ്ടാകും. കാരണം ചെറിയ ചെറിയ സമ്മേളനങ്ങളിൽ വരെ UDF-ന്റെ വലിയ നേതാക്കൾ വന്ന്, സംസ്ഥാന നേതാക്കൾ വന്ന് പ്രസംഗിക്കുകയാണ്. കൊച്ചു കൊച്ചു സമ്മേളനങ്ങളിൽ വരെ അങ്ങനെ സാന്നിധ്യം അറിയിക്കുകയാണ്. അപ്പോൾ ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കേണ്ട ഒരു വെല്ലുവിളി UDF-ന് മുന്നിലുണ്ട്. ഒറ്റക്കെട്ടായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, ഭിന്നിച്ചു പോയിട്ടില്ല, ഈ തീരുമാനം ശരിയാണ് എന്ന് സ്ഥാപിക്കേണ്ട ഒരു വെല്ലുവിളി UDF സംവിധാനത്തിന്, പ്രത്യേകിച്ചും ലീഗിന്റെയും കോൺഗ്രസിന്റെയും മുന്നിലുണ്ട്. ആ വെല്ലുവിളി അവർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് PV അൻവറാണ്. കാരണം PV അൻവറിനെ അകത്തേക്ക് കയറ്റാതിരുന്നത് അത് UDF-ന് നല്ല തീരുമാനമായോ ഇല്ലയോ എന്നുള്ള ആ ഒരു വെല്ലുവിളിയുടെ ഉത്തരം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മാറുക. 2026-ലെ ഭാവി വിജയത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതിന്റെ ഒരു ട്രെൻഡ് സെറ്ററാണ്. ഈ ട്രെൻഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ അനുസരിച്ചാണ് അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതും അതിനുശേഷം അടുത്ത മാസങ്ങളിൽ തന്നെ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും. എല്ലാത്തിലേക്കും അധികം സമയമില്ല. അതുകൊണ്ട് ഒരു ട്രെൻഡ് സെറ്റർ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് ഈ വെല്ലുവിളികൾ വളരെ പ്രധാനപ്പെട്ടതായി നിൽക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സർക്കാർ വിരുദ്ധ വോട്ടിംഗ് നടക്കുമോ എന്ന കാര്യം ഇവിടെ നമുക്ക് 19-ന് വിധി എഴുതുമ്പോൾ വോട്ടർമാരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഇമ്പാക്ട് കൊണ്ടുവരുന്ന രീതിയിൽ പ്രചാരണം മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് മാറിയിട്ടില്ല. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വിഷയങ്ങൾ ഉയർത്തണം. ഈ വനം വന്യജീവി പ്രശ്നമൊക്കെ എന്ന് പറയുന്നാൽ ആ മണ്ഡലത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അതെന്തുകൊണ്ട് കൃത്യമായി ഉന്നയിക്കാൻ UDF-ന് കഴിയുന്നില്ല? മലയോര ജാഥയൊക്കെ നടത്തിയവരല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് അത് കൃത്യമായി ഉന്നയിക്കാൻ, മറ്റു വിഷയങ്ങളിൽ തപ്പിത്തറഞ്ഞു നിൽക്കാതെ അത് ഉന്നയിക്കാൻ സാധിക്കുന്നില്ല
എന്ന ഒരു കാര്യം അവിടെയുണ്ട്. അതേസമയം തന്നെ LDF ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി ഓരോരുത്തരെയും പോയി കണ്ട് വോട്ട് ഉറപ്പിക്കുകയാണ്. NDA നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ വോട്ട് പിടുത്തം നടത്തുന്നു. ഉള്ള വോട്ടെങ്കിലും നിലനിർത്താൻ അവർ ശ്രമിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ അൻവർ ലീഗിനെ തൊടുന്നില്ല, ലീഗ് അൻവറിനെയും തൊടുന്നില്ല. പരസ്പരമുള്ള ഒരു ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ഒരു പരാമർശമോ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. ഈ പ്രചാരണ വേളയിൽ പോലും തൊടുന്നില്ല. അതെന്താണ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നതും അത് അവിടെ ഒരു വെല്ലുവിളിയായി അത് UDF സംവിധാനത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വെല്ലുവിളികൾക്കെല്ലാം ചേർന്നുള്ള ഒരു ഉത്തരമായിരിക്കും ഉണ്ടാവുക. വെല്ലുവിളികൾ വോട്ടായി മാറുമെന്ന് തന്നെയാണ് ഞാൻ വെല്ലുവിളികൾ വോട്ടാകുമോ നിലമ്പൂരിൽ എന്നായിരുന്നു ചോദ്യം. 3 പേർ യെസ്, ഒരാൾ നോ.